ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു പ്രതിഷേധത്തിൽ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ലാത്തിചാർജ് ചെയ്തത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണ്? എന്താണ് ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് എല്ലാവരുടെയും വീടുകളിൽ കയറി അവരുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുക. ഷിൻസ് പീറ്ററെ വീടിനകത്ത് ചവിട്ടിക്കയറി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പക്കുട്ടന്റെ മകനെ ശ്രീകുട്ടനെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഫോൺ എടുക്കുന്നു. ഇന്ന് തന്നെ പല കുട്ടികളും വിളിച്ചു. അവരെയൊക്കെ രാത്രി കാലങ്ങളിൽ അവരുടെ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുക. ഇതെന്താ കൊലപാതകം നടത്തിയ പ്രതികളെ പിടിക്കാൻ നടക്കുകയാണ് പോലീസ്? കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലാണല്ലോ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി പോലീസിന്? എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറുക, അനാവശ്യമായ വീട്ടുകാരെ പീഡിപ്പിക്കുക, അത് തുടരാൻ അനുവദിക്കുന്നില്ല. ഇത് കേരളത്തിൽ എന്താ പോലീസ് രാജാണോ? എന്തൊരു മര്യാദയില്ലായ്മയാണ് നടക്കുന്നത്? തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച ആളുകളെ മുഴുവൻ അടിച്ച് വണ്ടിയടിച്ച് പരിക്കേൽപ്പിച്ച് ആശുപത്രിയിൽ കിടത്തുക, അവരെ എയ്ഡ്സ് രോഗികളുടെ കൂടെ കിടത്തി. ഇതെന്താ ഈ നടക്കുന്നത്? എല്ലാ പ്രദേശങ്ങളിലും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന വലിയ അപരാധമാണ്. മുഖ്യമന്ത്രി എന്താ രാജാവാണോ? ഒരു ജനാധിപത്യത്തിൽ ഭരണാധികാരികളെ കരിങ്കൊടി കാണിക്കുന്നത് തെറ്റായ നടപടിയാണോ? ഇവിടെ ഒന്നുമുണ്ട്. കോട്ടയത്താണ് ഒന്നും ഉണ്ടായില്ല. സമാധാനപരമായി അവര് പ്രകടനം യാത്ര പാത്താമുട്ടത്ത് നിന്ന് ഇവിടെ വരെ SP ഓഫീസിലേക്ക് ലോങ് മാർച്ചാണ്. അവരുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ശരിയായ നടപടിയല്ലത്. നിരപരാധികളായ ആളുകളെ മുഴുവൻ 10-300 പേരെ പ്രതികളാക്കിക്കൊണ്ട് അവരെല്ലാം പിടിക്കാൻ നടക്കുക. ഇവിടെ പല ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവര്. ഈ പ്രശ്നം ഇപ്പോൾ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ സ്വാഗതം ചെയ്യുന്നത് എന്തിനു സ്വാഗതം ചെയ്യാൻ? ഇതിന് പോലീസിന്റെ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഞങ്ങളൊക്കെ പോലീസിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഒരു സ്ഥലത്ത് ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാഷ്ട്രീയ നടത്താൻ വെച്ചാണ് ഞങ്ങളുടെ പ്രവർത്തകർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കും. ഒരു മര്യാദയില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. ഞങ്ങളിതിനെ നിയമപരമായി തന്നെ നേരിടും. ഒരു സംശയം വേണ്ട. പിണറായി വിജയൻ പഠിപ്പിക്കണ്ട. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണോ. ഞങ്ങൾ ആരെ അപലപിക്കണം? ഞങ്ങൾ രണ്ടുപേരെ അപലപിക്കുകയാണ്. ഇവർ രണ്ടുപേരും നമ്മളുടെ കൂട്ടുകെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയും. RSSനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് ഒരു അജണ്ടയുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അജണ്ട കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. രണ്ടുപേരും ഇതിന് ഉത്തരവാദികളാണ്. അവരെ രണ്ടുപേരെ ഞങ്ങൾ അപലപിക്കും.